പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ആളുകൾ വളരെ ഭയത്തിലും വളരെ ആശങ്കയിലുമൊക്കെ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഇന്ന് ഈ ലോകത്തിൽ സകല ആളുകളും ഭാരപ്പെടുന്ന ഒരു വിഷയം, ഇതൊന്നും ദൈവം കാണുന്നില്ലേ, ഇതൊന്നും ദൈവം മനസ്സിലാക്കുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും ഈ നാളുകളിൽ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് പലരിൽ നിന്നും. അപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം കൊണ്ടുവന്നതായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്നിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ കാണുന്നവനായിരിക്കുന്ന ഒരു ദൈവം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ആദ്യമായി വേദപുസ്തകത്തിൽ ആ നാമം കാണുന്നത്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, എന്നാറേ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എൽറോയ്, എന്നെ കാണുന്നവനായിരിക്കുന്ന ഒരു ദൈവം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പല ആളുകളും നമ്മളെ കണ്ടിട്ടും കാണാതെ പോകുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. പ്രത്യേകിച്ച് ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ, ചില സന്ദർഭങ്ങളിൽ രോഗങ്ങൾ വരുമ്പോൾ, അപ്പോൾ പലപ്പോഴും ആളുകൾ എന്താ ചെയ്യും, അവർ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, പക്ഷേ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഹാഗാറിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്, അവൾ ഒന്നാമതായിട്ട് അവൾ ഉപേക്ഷിക്കപ്പെട്ടു. ആ ഭവനത്തിൽ നിന്ന് അവൾ ഉപേക്ഷിക്കപ്പെട്ടു. മാത്രമല്ല അവളുടെ ജീവിതത്തിൽ വലിയ വേദന കടന്നു വന്നു. താൻ ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു സാഹചര്യം അവളുടെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ മരുഭൂമിയിൽ അവൾ യാത്ര ചെയ്തു പോകുമ്പോൾ, അവൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പ്രത്യേകിച്ച് അവൾ ദൈവത്തോട് നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴാണ് യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അവൾ രുചിച്ചറിഞ്ഞതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ തനിയെയാണ്, എന്നെ ആരും കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഈ ലോകത്തിലുള്ള പല മനുഷ്യരും ഒരു പക്ഷെങ്കിൽ നമ്മളോട് പറയും, എന്താണ്, ഞാൻ നിന്നെ കണ്ടോളാം, അല്ലെങ്കിൽ ഞാൻ നിന്നോട് കൂടെ ഇരുന്നോളാം, അല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ കരുതാം എന്നൊക്കെ പല ആളുകൾ പറഞ്ഞിട്ടുണ്ടാകാം. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ ഞാൻ പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുവാൻ തന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെയൊന്നും പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പുതിയ ആളുകളെയാണ് ദൈവം ഒരുക്കിയത്, പുതിയ സ്ഥലങ്ങളെയാണ് ദൈവം ഒരുക്കിയത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആളുകളുടെ പ്രോമിസസ്, അത് പലപ്പോഴും അവർ മറന്നു പോകും. അവർ പലപ്പോഴും അത് ഓർക്കാതെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഓർക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെ കാണുന്നവനായിരിക്കുന്ന ഒരു ദൈവമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പലപ്പോഴും ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. മാത്രമല്ല, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴും ചിലപ്പോൾ എന്താണ്, ഒറ്റപ്പെടലിൻ്റേതായിരിക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും മറ്റ് പലരും നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വേദനകളുണ്ടാകും. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മളെ അറിയുന്നവനായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. 34-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം, അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അതേ, നമ്മുടെ ഓരോ ഹൃദയം നുറുക്കവും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ഭാരങ്ങളുടെ മധ്യേ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. മറ്റുള്ളവർ കാണാത്തത് ദൈവം കാണുന്നു. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ള ആളുകൾ കാണുന്നത് എന്താണ്? പുറമേ ഉള്ളത് കാണുന്നു. നമ്മുടെ പുറമേ ഉള്ള അവസ്ഥയാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന വേദപുസ്തകം പറയുന്നത്, ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുന്നു. ഹല്ലേലൂയ. നമ്മുടെ തെറ്റുകൾ, നമ്മുടെ ബലഹീനത, നമ്മുടെ പുറമേയുള്ള സാഹചര്യങ്ങളാണ് മറ്റുള്ള ആളുകൾ കാണുന്നത്. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തെ കാണുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഒരു വ്യക്തിയെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ശമൂവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല,
മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, മനുഷ്യൻ പുറമേയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെ, ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു, ദൈവം ഹൃദയങ്ങളെ മനസ്സിലാക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ശമൂവേൽ അടുത്ത ഇസ്രായേലിൻ്റെ രാജാവിനെ അഭിഷേകം ചെയ്യുവാനാണ് ആഗ്രഹിച്ച് അവിടെ ചെല്ലുമ്പോൾ പൊക്കവും അതുപോലെ നല്ലതായിരിക്കുന്ന ആരോഗ്യവാന്മാരായിരിക്കുന്ന ചേട്ടന്മാരെയൊക്കെ കണ്ടപ്പോഴും അവരാണെന്ന് വിചാരിച്ച് അഭിഷേകം ചെയ്യുവാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇവരല്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവോടെ പറയുന്നതായിട്ട് കാണുന്നു. അതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ കാണപ്പെടില്ലെന്ന് തോന്നുമ്പോഴും ദൈവം നമ്മളെ കാണുന്നു എന്നുള്ള കാര്യം ഓർക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കും, അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പോലും കാര്യം നടക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ. പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോയിട്ടുണ്ടാകാം. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ സമയത്തിൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇവിടെ കാണുന്നത് ഹാഗാറിൻ്റെ ജീവിതത്തിൽ അവളെക്കുറിച്ച് മറ്റുള്ള ആളുകൾ നോക്കുമ്പോൾ അവളൊരു ദാസി മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ആർക്കും അവളിലൊരു വില കൊടുക്കുന്നില്ലായിരിക്കാം. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവം അവളെ വിളിക്കുന്നത്, നമുക്ക് ഉൽപ്പത്തി 16:8 കാണുന്നത് എന്താണ്? ഹാഗറേ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവളെ പേർ ചൊല്ലി വിളിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിവിടെ പറയുന്ന ഹാഗറേ നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്കാണ് പോകുന്നതെന്ന് അവിടെ ചോദിക്കുന്നു. പക്ഷെ അവൾക്ക് ആ ദൈവത്തിൻ്റെ ചോദ്യത്തിന് പൂർണ്ണമായ ഉത്തരം കൊടുക്കുവാൻ പറ്റിയില്ല. എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിന് മാത്രം മറുപടി കൊടുത്തു. എവിടേക്ക് പോകുന്നു എന്ന് അവൾ പറയുന്നതായിട്ട് കാണുന്നില്ല. കാരണം അവളുടെ ജീവിതം അനിശ്ചിതത്വത്തിലായിരുന്നു. ഇനി എന്തായിത്തീരും, എൻ്റെ ഭാവി എന്തായിത്തീരും, ഞാനിനി ആരായിത്തീരും, എൻ്റെ ഇനിയുള്ള ജീവിതം എങ്ങനെയായിത്തീരുമെന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെട്ടു പോയ സ്ഥാനത്ത് അവിടെ നമുക്ക് കാണുന്നത് ദൈവം അവൾക്ക് വഴി കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ! ദൈവം അവളോട് ഇടപെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് അവളെ കണ്ട് ദൈവം സംസാരിച്ചു, ദൈവം അവൾക്ക് വഴി കാണിച്ചു നൽകി. മാത്രമല്ല അവളുടെ ഭാവി കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ കരം ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. പുറപ്പാട് പുസ്തകം 3:7 നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. അവിടെ പറയുന്നത്, യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അപ്പം നമ്മളെ കാണുന്നവനായിരിക്കുന്ന ഒരു ദൈവം, പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും ഓർക്കണം, നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് ഉത്തരം തരുവാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ! കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേര സമയത്ത് ഇവിടെയുള്ള നമ്മുടെ നെസ്റ്റനിലുള്ള കുഞ്ഞുങ്ങളും അതുപോലെ എസ്റ്റേഴ്സും ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കോസ്റ്റൽ ഏരിയയിൽ ഞങ്ങൾ കടന്നുപോയി. അവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് ഒത്തിരി ചെറുപ്പക്കാർ, അതുപോലെ മാതാപിതാക്കൾ, അവരൊക്കെ വളരെയധികം ഈ മദ്യവും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു ലക്ഷ്യബോധമില്ലാതെ ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അവരുമായിട്ട് വചനം പങ്കുവെച്ചു. അവർ കണ്ണുനീരോടുകൂടെ അവർ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങൾക്കത് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ലക്ഷ്യബോധമില്ലാതെ, അല്ലെങ്കിൽ ദൈവമുണ്ടായിട്ടും, ഒരു ജീവനുള്ള ദൈവമുണ്ടായിട്ടും, നമ്മളെ സഹായിപ്പാനും കരുതുവാനും ഒരു ജീവനുള്ള ദൈവം ഉണ്ടെന്നുള്ള കാര്യം അവർ അറിഞ്ഞുകൂടാത്ത നിലയിൽ, അവരറിയാത്ത നിലയിൽ ജീവിക്കുകയായിരുന്നു. ഇന്നലെ അത് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ ഒരു ജീവനുള്ള ദൈവം ജീവിക്കുന്നുവെന്നും ആ ദൈവം നമ്മുടെ എല്ലാറ്റിനും മതിയായവനായിരിക്കുന്ന ദൈവമാണെന്നും ആളുകൾ അറിയാതെ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്കവരൊക്കെ നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, ഒരു സ്നേഹവാനായിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ ആ ദൈവത്തിൽ അവർക്ക് വിശ്വസിക്കുവാനും ആ ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം അവർക്ക് പ്രാപിക്കുവാനും സാധിക്കുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്
ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായം 5 വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ യേശു കർത്താവ് അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്നത് സക്കായി വിചാരിച്ചത് എനിക്ക് യേശുവിനെ കണ്ടാൽ മതി, യേശു എന്നെ കാണണ്ട. പക്ഷേ സക്കായി യേശുവിനെ കാണുന്നതിന് മുമ്പേ സക്കായിയെ കണ്ട ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ നമ്മളെ കണ്ടവനായിരിക്കുന്നൊരു ദൈവമാണ്. പ്രിയമുള്ളവരെ, നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മളെ നന്നായി മനസ്സിലാക്കുന്നവൻ, നമ്മളെ നന്നായിട്ട് അറിയുന്നതായിരിക്കുന്ന ഒരു ദൈവമാണ്. അതേ കഴിഞ്ഞ നാളുകളിൽ മനുഷ്യർക്കറിയാം എന്താണ് നമ്മുടെ ഭൂതകാലം മനുഷ്യർക്കറിയാൻ പറ്റും, എന്നാൽ നമ്മുടെ ഭാവിയും അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഹല്ലേലൂയ അവൻ്റെ മക്കളായി ജീവിക്കുന്നതിൽ വലിയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ഇവിടെ നമ്മൾ കാണുന്നത് ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു ചിന്താഗതി, അതുപോലെ എൻ്റെ വേദന ആരും കാണുന്നില്ല എന്നുള്ള ഒരു മനോഭാവം, ഇതൊക്കെ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ എന്താണ് അഭിമുഖീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ ഒറ്റയ്ക്കല്ല, സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മളോട് കൂടെയുണ്ട്. വചനം പറയുന്നത് കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നരുളി ചെയ്തവനായിരിക്കുന്ന കർത്താവ് നമ്മളെ കൈവിടാതെ നമ്മളെ എന്നെന്നും കാക്കുവാൻ ആ ദൈവത്തിൻ്റെ കരമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചതായിരിക്കുന്ന ഒരു വിഷയം ജോസഫിൻ്റെ അനുഭവങ്ങൾ തന്നെയാണ്. ജോസഫിനെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ ജോസഫ് തൻ്റെ ചേട്ടന്മാർ അല്ലെങ്കിൽ തൻ്റെ ജ്യേഷ്ഠന്മാർ, സഹോദരന്മാർ, തൻ്റെ മാതാപിതാക്കൾ പോലും ജോസഫിനെ കണ്ടിരുന്നില്ല. താൻ ആരാണെന്നും താൻ എന്താണെന്നും തൻ്റെ ദർശനം എന്താണെന്നും തനിക്ക് കിട്ടിയ വെളിപ്പാട് എന്താണെന്നും അവർ യഥാർത്ഥമായി ഗ്രഹിച്ചിരുന്നില്ല. അവർ എല്ലാവരും അവനെ ദ്വേഷിച്ചു, കളിയാക്കി, നിന്ദിച്ചു. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് സ്വന്തം സഹോദരന്മാർ തന്നെ എന്ത് ചെയ്തു? അവനെ വഞ്ചിച്ചു, അല്ലെങ്കിൽ അവനെ വേദനിപ്പിച്ചു. തൻ്റെ അപ്പനും അമ്മയും കൊടുത്തതായ ഭക്ഷണമൊക്കെ അവർ മേടിച്ച് കഴിച്ചു. അതിനുശേഷം നമ്മൾ കാണുന്നത് അവനെ പിടിച്ച് അവനെ കൊല്ലാനായിട്ട് നോക്കി. അവനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, വേണ്ട, കൊല്ലണ്ട, ഈ പൊട്ടക്കിണറ്റിലിട്ടാൽ മതി. ജോസഫിനെ പിടിച്ച് ഒരു പൊട്ടക്കിണറ്റിലിട്ടു. അപ്പോൾ ആ പൊട്ടക്കിണറ്റിൽ കടന്ന് ജോസഫ് ഉച്ചത്തിൽ നിലവിളിക്കുമ്പോഴും തൻ്റെ സഹോദരന്മാർ മാറി നിന്ന് ഒരു പക്ഷേങ്കിൽ ചിരിക്കുന്നുണ്ടാകും. എന്തൊരു വേദനയായിരിക്കും ജോസഫിൻ്റെ ജീവിതത്തിലുണ്ടായത്. തൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ദർശനം ഇതോടെ അവസാനിച്ചോ എന്ന് ഒരു പക്ഷേങ്കിൽ ചേട്ടന്മാർ ചിന്തിച്ച് കാണും. പക്ഷേ ജോസഫിന് ഉറപ്പുണ്ടായിരുന്നു, എന്താണ്? ദൈവം എന്നെ വിടുവിക്കും, ദൈവം എന്നെ സഹായിക്കും. എന്നാൽ അവിടുന്ന് രക്ഷപ്പെടുത്തി അവിടെ മിദ്യാനെ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു. അവിടുന്ന് ചെന്ന ഭവനത്തിലും തനിക്ക് പീഡനം തന്നെയായിരുന്നു. അവിടെ വലിയ പീഡനങ്ങൾ ഏറ്റതിന് ശേഷം വീണ്ടും ജയിലിലേക്ക് അടയ്ക്കപ്പെട്ടു. ജയിലിൽ കിടക്കുമ്പോഴും ഒരു രക്ഷയില്ല. താൻ നോക്കുമ്പോൾ എന്താണ്? എല്ലാം പ്രതികൂലം തന്നെ, എല്ലാം പ്രതികൂലം തന്നെ. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളെല്ലാം ഏറി വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്താണ്? അയ്യോ, എനിക്കെല്ലാം പ്രതികൂലമാണ്, ഇനി ഒരു രക്ഷയുമില്ല. ഒരു പക്ഷെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മളെ നോക്കി പറയും, എന്താണ്? ഇനി ഒരു രക്ഷയുമില്ല. വചനം തന്നെ അങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, നമ്മളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനായിരിക്കുന്നൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് 34-ാം സങ്കീർത്തനം, യഹോവയുടെ കണ്ണ്, 15-ാമത്തെ വാക്യം, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഇവിടെ സ്വന്തം സഹോദരന്മാർ വഞ്ചിച്ചു, അതുപോലെ തന്നെ ആരും അവനെ സഹായിച്ചില്ല. പക്ഷേ ദൈവം കണ്ടു അവനെ. ആദ്യം കാണുന്നവനായിരിക്കുന്ന ദൈവം തൻ്റെ അവസ്ഥ മനസ്സിലാക്കി തക്ക സമയത്ത് ജോസഫിനെ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ അടിമയായി വിറ്റപ്പോഴും ദൈവം അവനോട് കൂടെയിരുന്നു, എല്ലാ സമയത്തും കൂടെയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി 39:2 പറയുന്ന ഇപ്രകാരമാണ്, യഹോവ ജോസഫിനോട് കൂടെ
ഉണ്ടായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അവന് അടിമയായിരുന്നപ്പോഴും അന്യദേശത്തായിരുന്നപ്പോഴും ആരുമില്ലാത്ത സാഹചര്യത്തിലും തൻ്റെ കൂടെ തന്നെ കരുതുവാൻ, തന്നെ സഹായിപ്പാൻ ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം ജോസഫ് മറന്നു പോയില്ല എന്ന് കാണുവാൻ സാധിക്കും. മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ പാപകരമായിരിക്കുന്ന അല്ലെങ്കിൽ പാപം ചെയ്യുവാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായപ്പോഴും അവൻ അനുഭവിച്ചതായ, അവൻ വിശ്വസിച്ചതായിരിക്കുന്ന ദൈവത്തെ തന്നെ ആശ്രയിച്ച് ആ പാപത്തെ എല്ലാം ജയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഭാരങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ കഷ്ടതകളൊക്കെ വരുമ്പോഴും ഈ ദൈവത്തെ നമ്മൾ തള്ളിക്കളയരുത്. ഈ ദൈവത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ അതേ ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ സഫലമാകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. ഇവിടെ തെറ്റായി കുറ്റം ചുമത്തപ്പെട്ടപ്പോഴും എല്ലായ്പ്പോഴും ദൈവം ജോസഫിനോട് കൂടെ ഇരുന്നു. 39-20-21 വാക്യങ്ങളിൽ അവിടെ കാണുന്നത്, എന്നാൽ യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും എല്ലാ സാഹചര്യത്തിലും നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ അതിൻ്റെ 40-23 കാണുന്നത്, താൻ ജയിലിലായിരിക്കുമ്പോൾ അതെ അവിടെ നിന്ന് രക്ഷപ്പെട്ട അല്ലെങ്കിൽ അവിടെ നിന്ന് വിടുവിക്കപ്പെട്ട പാനപാത്ര വാഹകൻ പോലും അവനെ മറന്നു കളഞ്ഞു എന്ന് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യർ മറക്കും, പക്ഷേ ദൈവം മറക്കത്തില്ല. മനുഷ്യർ ഒരു പക്ഷേങ്കിൽ നമ്മളെ സഹായിക്കാമെന്ന് പറയുന്നവരോ കരുതാമെന്ന് പറയുന്നവരോ ഇവരെല്ലാം ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിട്ടുപോകും, അല്ലെങ്കിൽ അവർ മറന്നു പോകും. പക്ഷേ ഒരു നാളും മറക്കാത്തവനായിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്ന അവൻ്റെ വാക്ക്, അവൻ്റെ വചനം, അതിൽ നമ്മൾ വിശ്വസിക്കുക. ആ വചനത്തിൽ നമ്മൾ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നു. താമസം ഒരിക്കലും അതൊരു നിരാകരണമല്ല. കാലതാമസം നേരിട്ടാലും എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതൊരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു തയ്യാറെടുപ്പാണ്. ഹല്ലേലൂയ. ഒരു ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിൽ. കർത്താവായ യേശു വീണ്ടും വരും എന്ന് പറഞ്ഞു പോയ കർത്താവ് വീണ്ടും വരിക തന്നെ ചെയ്യും. അതാണ് ഇത് നമ്മുടെ ഒരു കാത്തിരിപ്പാണ്, ഒരു ഒരുക്കമാണ് ഈ കാത്തിരിപ്പെന്ന് പറയുന്നത്. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ മക്കളായി അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം, അവൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള ഒരുക്കം പ്രാപിപ്പാൻ തക്കവണ്ണം ഒരു ഒരുക്കമായിട്ട് ഈ ജീവിതത്തെ നമ്മൾ കാണേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ ഈ ജോസഫ് തൻ്റെ ജീവിതത്തിലുണ്ടായ കഷ്ടങ്ങളും ആ നഷ്ടങ്ങളും പ്രയാസങ്ങളും എതിർപ്പുകളും ഇതെല്ലാം കടന്നു വന്നപ്പോഴും താൻ അതൊരു ഒരുക്കമായിട്ട് തന്നെയാണ് കണ്ടത്. തൻ്റെ ജീവിതത്തെ അവൻ ഒരുക്കി, ഒരു തെറ്റിലും അകപ്പെടാതെ, ഒരു പാപത്തിലും വീഴാതെ, തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിലൊക്കെയും വിശ്വസ്തനായിരുന്നുകൊണ്ട് ആ കർത്താവിൻ്റെ നാമത്തെ, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽപ്പാനായിട്ട് അവനിടയായി തീർന്നതുകൊണ്ട് അവനെ ആ കുഴിയിൽ നിന്നും അവനെ വലിയൊരു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ദൈവം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ കാണുന്ന ദൈവം, ആ ദൈവം നമ്മളെ ഓർക്കുന്നു എന്നുള്ള കാര്യം ഓർക്കണം. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു ദൈവമാണ്, നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ്. അത് ശോധനയിലൂടെയൊക്കെ കടന്നു പോയാലും എന്താണ്, നമ്മളെ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ഈ കർത്താവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, കർത്താവ് നമ്മളെ ഓർത്തത്, അവൻ ഒരിക്കലും നമ്മളെ മറക്കാതെ നമ്മളെ ഓർത്ത ദൈവമാണ്. ക്രൂശിൽ പോലും നമ്മളെ ഓർത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 23-42-43 വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-42-43. പിന്നെ അവൻ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കള്ളനോട് യേശു പറയുന്നതാണ്. അവിടെ നമ്മൾ കാണുന്നത് കള്ളൻ പറയുന്നത്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ. യേശു ഉടൻ തന്നെ മറുപടി കൊടുത്തു, എന്താണ്, ഇന്ന് നീ അവൻ്റെ ജീവിതത്തെ ആ വലിയ കർത്താവിനോടുള്ള നിത്യതയിൽ അവനെ പങ്കാളിയാക്കുവാൻ തക്കവണ്ണം കർത്താവിന് ഇടയാക്കിയെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവിനെ നമ്മൾ വിളിക്കുമ്പോൾ, കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം തരുന്നവനായിരിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നമ്മളെ
അതെ സഹായിക്കുന്ന ഒരു ദൈവമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കൂടാതെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിലും അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും കാണുന്ന വ്യക്തിയാണ് ബർത്തിമായി. ബർത്തിമായി വലിയ പുരുഷാരത്തിൻ്റെ മധ്യേ യേശു കടന്നു പോകുമ്പോൾ യേശുവാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബർത്തിമായി നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ മുന്നും പിന്നും നടക്കുന്ന ആളുകളെല്ലാം അവനോട് പറയുകയാണ്, മിണ്ടാതിരി മിണ്ടാതിരി മിണ്ടാതിരി. എല്ലാവരും അവനെ ശാസിച്ചു. അപ്പോൾ ഈ ബർത്തിമായുടെ നിലവിളിക്ക് ഒരു കുറവും സംഭവിച്ചില്ല. അവിടെ ബൈബിൾ പറയുന്ന അവൻ ഏറ്റവും ഉച്ചത്തിൽ നിലവിളിച്ചു. പല ആളുകളും പറയും, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളാണേലും അല്ലെങ്കിൽ നമ്മൾ പലവിധമായ വിഷയങ്ങൾ നമ്മൾ ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ പറയും വെറുതെയാണ്, നിങ്ങളൊന്നും ചെയ്യണ്ട അല്ലേ. പല ആളുകളും നമ്മളെ ചിലപ്പോൾ നിരുത്സാഹപ്പെടുത്തും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, നാം മുടങ്ങാതെ നിലവിളിക്കുവാൻ തയ്യാറായാൽ, നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ആ കർത്താവ് അവിടെ നിന്നു. ഹല്ലേലൂയ. അവന് വേണ്ടുന്നതെല്ലാം, അവന് വേണ്ടുന്ന അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ആ സൗഖ്യം വിടുതൽ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവന് നിത്യമായിരിക്കുന്ന രക്ഷയ്ക്ക് പാത്രമായി തീർന്നു. ഹല്ലേലൂയ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ യേശു കാണുന്നത് മറ്റുള്ള ആളുകൾ നോക്കുമ്പോൾ ആ കുരുടൻ നിന്ന് നിലവിളിക്കുന്നു, മിണ്ടാതിരി 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 എന്ന് ആളുകൾ പറയുന്നു. അവർ നോക്കുമ്പോൾ സാധാരണ ഒരു ഭിക്ഷക്കാരൻ, എന്തിനാ ഇനി യേശുവിനെ വിളിക്കുന്നത്, അതുകൊണ്ട് ഇന്ന് മിണ്ടാതിരി മിണ്ടാതിരി എന്ന് പറഞ്ഞവനെ അടക്കി. അപ്പം യേശു നോക്കിയത് അവൻ്റെ ഹൃദയത്തെയാണ്, അവൻ്റെ നിലവിളിയാണ് കർത്താവ് കേട്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്തിലുള്ള ആളുകൾ നമ്മുടെ നിലവിളി കേൾക്കാതിരിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മുടെ യാതൊരു കാര്യങ്ങളിലും ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു ഇടപെടലോ ലഭിക്കാതിരിക്കുമ്പോൾ നമ്മെ സഹായിപ്പാനായിട്ട് ദൈവത്തിൻ്റെ കരമുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. നാം വിളിക്കുമ്പോൾ ഉത്തരമരുളുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെ കാണുന്നവനായിരിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 43 മുതലുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത് രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെയാണ് നമ്മൾ കാണുന്നത്. അതും പുരുഷാരത്തിൻ്റെ നടുവിൽ ആ സ്ത്രീ ഞെങ്ങി ഞെരുങ്ങി വന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. മറ്റാരും അറിഞ്ഞില്ല. അത്രയും പുരുഷാരമുണ്ടെങ്കിലും അവർക്കറിഞ്ഞുകൂടായിരുന്നു ഈ സ്ത്രീ ആരാണെന്നും എങ്ങനെയുള്ളവളാണെന്നും അറിയത്തില്ലായിരുന്നു. വളരെ രഹസ്യമായി വന്നു യേശുവിൻ്റെ ആ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ യേശു അറിഞ്ഞു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളൊരു പക്ഷേ രഹസ്യമായി അല്ലെങ്കിൽ ആരോടും പറയാത്ത ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ആ വിഷയങ്ങളുടെ മധ്യേ നമ്മളിപ്പോൾ ഈ നാളുകളിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. എന്നാൽ അതിന്മേൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ കരമുണ്ട്. ഹല്ലേലൂയ. ദൈവം അത് മറന്നു കളയുന്ന ദൈവമല്ല. മറ്റാരും അറിഞ്ഞില്ലെങ്കിലും മറ്റും ആരും അത് മനസ്സിലാക്കുന്നില്ലെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളെ അറിയുന്നവനായിരിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് യേശു കർത്താവ് അനേകരുടെ രോഗം, അതുപോലെ അവരുടെ അന്ധതകളെ, മാത്രമല്ല നമ്മൾ സക്കായിയെ പോലെയുള്ള വ്യക്തികളുടെ പാപങ്ങളെ, ഇതെല്ലാം കാണുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ വിശ്വാസം ആണ് യേശു കണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മളും കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ തയ്യാറായാൽ, വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, അതേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമുക്ക് ഉത്തരം തരുന്ന ഒരു കർത്താവാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-4-5 വാക്യങ്ങൾ വായിക്കാം. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കർത്താവ് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് ആ കർത്താവ് നമ്മളെ ഓർത്തത് എങ്ങനെയാണ്? നമുക്ക് സൗഖ്യം തരുവാൻ വേണ്ടി. ഹല്ലേലൂയ. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രൂശിലും നമ്മളെ
നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കുവാനായിട്ട്, നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട്, നമുക്ക് സൗഖ്യം തരുവാനായിട്ട് ഹല്ലേലൂയ ആ കർത്താവ് നമ്മളെ ഓർത്തു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ജോസഫിൻ്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്, അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സഹോദരന്മാർ അവനെ ഉപദ്രവിച്ചു. അവൻ ആരാണെന്ന് മനസ്സിലാക്കിയില്ല. ആ ജോസഫിൻ്റെ ജീവിതത്തിൽ തൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി അവർ നിന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ലോകപ്രകാരം നോക്കുമ്പോൾ അവനെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുവാൻ, അവനെ നശിപ്പിക്കുവാൻ അവർ ശ്രമിച്ചപ്പോൾ അവനെ അവർ ധാരാളം കരയിപ്പിച്ചു, വേദനിപ്പിച്ചു. എന്നാൽ 45-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തന്നെ കരയിപ്പിച്ചവരുടെ മുമ്പാകെ കരഞ്ഞവനായിരിക്കുന്ന ഒരു ജോസഫിനെ നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും ആളുകൾ നമ്മളെ വേദനിപ്പിക്കുമ്പോഴും, അല്ലെങ്കിൽ ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ, പല രീതിയിലുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അവരോട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അവരോട് ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. ജോസഫ് തൻ്റെ സഹോദരന്മാരോടൊന്നും ദേഷ്യം വെച്ചതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നില്ല. തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ 50-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 20-ാമത്തെ വാക്യം കാണുന്നത്, ജോസഫ് പറയുന്നു, തൻ്റെ സഹോദരന്മാരോട് പറയുന്നത്, നിങ്ങളെല്ലാവരും എനിക്ക് ദോഷം ചെയ്തു, എന്നാൽ ദൈവം എനിക്കത് ഗുണമാക്കി തീർത്തു. പലപ്പോഴും ഇന്നത്തെ ലോകം അവരെ കരയിപ്പിക്കുന്നവരെ ഇരട്ടി കരയിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും, വേദനിപ്പിച്ചവരെ ഇരട്ടി വേദനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഇവിടെ ജോസഫിൻ്റെ മാതൃക നമ്മൾ കാണുന്നത്, അവൻ അവരോട് പൂർണ്ണമായി ക്ഷമിച്ചു, അവൻ മറന്നു കളഞ്ഞു. അവിടെ കാണുന്നത് അവനെ കരയിപ്പിച്ചതായിരിക്കുന്ന വ്യക്തികളുടെ മുമ്പാകെ 45-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അവൻ ഉറക്കെ കരഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും അതേ മറ്റുള്ളവർ നമ്മളെ അകറ്റി നിർത്തുമ്പോഴും, നിന്ദിക്കുമ്പോഴും, മറ്റുള്ളവർ നമ്മളെ ദുഷിക്കുമ്പോഴും, പരിഹസിക്കുമ്പോഴും, നമ്മളെ കണ്ടിട്ടും കണ്ടില്ല എന്ന നിലകളിൽ മാറിപ്പോകുമ്പോഴും നമ്മളെ കാണുന്നവനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം നമ്മളെ നടത്തും, ആ ദൈവം നമ്മളെ കരുതും, ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.